Hello dear students, I welcome you to this IDT regular batch for CA final applicable for November 2020 examinations. Myself C. Anwar Abbas, Palakkad Sudesham, Thrissooran Thamasam, 2013 qualified. Now almost 7 years into academics focusing on indirect tax laws. So classes starting in the Mumbai, ഒന്ന് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ തോന്നി. ഫസ്റ്റ് വൺ ഓൺലൈൻ ലേണിംഗ് അല്ലേ. ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ലേണിങ്ങിൽ പലർക്കും പരിചയം ഉണ്ടാവും, പക്ഷെ കുറച്ച് പേർക്ക് പുതിയതാവും. എനിക്കെന്തായാലും പുതിയതാണ്. പക്ഷേ ഇത് നമ്മൾ ക്ലാസ് റൂം ഡിസ്കഷൻ അല്ലേ, ഫേസ് ടു ഫേസ് ക്ലാസ് അല്ലേ, ആ ഫേസ് ടു ഫേസ് ക്ലാസ് രീതിക്ക് തന്നെ എഫക്റ്റീവ് ആക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് നല്ലൊരു മാക്സിമം ഔട്ട്പുട്ട് തരാൻ ഞങ്ങളിവിടെ ശ്രമിച്ചിട്ടുണ്ട്. സോ നമ്മളൊരു ഇൻട്രാക്റ്റീവ് രീതിക്കാണ് ക്ലാസ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ നമ്മുടെ പേപ്പർ 8 ഇൻഡയറക്റ്റ് ടാക്സ് ലോസിൽ പാർട്ട് എ GST 75 മാർക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. 75-25 ആണ്. 75 മാർക്സ് പാർട്ട് എ GST ആണ്. പാർട്ട് ബി കസ്റ്റംസ് ആൻഡ് ഫോറിൻ ട്രേഡ് പോളിസി 25 മാർക്സ്. അപ്പോൾ 75-25 ആണ് ഈ ഒരു പേപ്പർ 8 ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, GSTയുടെ എല്ലാ സെക്ഷൻ പഠിക്കാനുണ്ട്. സെക്ഷൻ 1 to സെക്ഷൻ 174 എല്ലാം പഠിക്കാനുണ്ട്. സന്തോഷമല്ലേ? കസ്റ്റംസിൽ പക്ഷെ അത്രയില്ല, കുറച്ച് പോർഷൻ ICA എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ട് കസ്റ്റംസിൻ്റെ ഒരു മെയിൻ ഏരിയ മാത്രമേ പഠിക്കാനുള്ളൂ. ബാക്കി കുറേ അസസ്മെൻറ്റ്, അപ്പീൽ, അങ്ങനത്തെ കുറച്ച് ഏരിയാസ് ഉണ്ട്. അതൊന്നും ഇപ്പോൾ പഠിക്കേണ്ടതുകൊണ്ട് ICA എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സന്തോഷമുണ്ട് ശരിക്കും അല്ലേ. കസ്റ്റംസ് കുറച്ച് ഒഴിവാക്കിയിട്ടുണ്ട്, കാരണം 25 മാർക്കല്ലേ ഉള്ളൂ, അത് ഒഴിവാക്കിയിട്ടുണ്ട്. GST കംപ്ലീറ്റ് പഠിക്കാനുണ്ട്. ഓക്കെ, നമ്മുടെ അപ്രോച്ച് ഈ പേപ്പറിൽ നമ്മുടെ അപ്രോച്ച് എങ്ങനെയാ വെച്ചാൽ, GST നമുക്കറിയാം 2017 വന്നാണ്. ഒരുപാട് സ്റ്റുഡൻസ് ആർട്ടിഷിപ്പിൽ GSTയുടെ വർക്ക് ഇത് പരിചയം ഉണ്ടാവും. ചിലപ്പോൾ GST ഇന്ററിൽ പഠിച്ച ഒരുപാട് സ്റ്റുഡൻസ് ഈ ബാച്ച് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും അല്ലേ. പിന്നെ GST വർക്ക് ചെയ്തിട്ട് എന്താ പറയുക, എക്സ്പേർട്ട് ലെവൽ നോളജുള്ള ആൾക്കാരും ഈ ബാച്ച് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്ന അപ്രോച്ച് എന്ന് വെച്ചാൽ വളരെ ബേസിക് ലെവലില്ലേ, ബേസിക് ലെവൽ വെച്ചാൽ ഞാൻ തുടങ്ങാൻ പോകുന്നത്. അസ്യൂമിങ് ദാറ്റ് യു ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് GST, ഈ സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല എന്നുള്ള ഒരു അസംഷനിലാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതായിരിക്കും ഒരു സേഫർ സൈഡിന് നല്ലത്, ശരിയല്ലേ? ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ വേറെ ഒന്നുമില്ല, നിങ്ങൾ ക്ലാസ് റൂം അറ്റൻഡ് ചെയ്യുന്ന അതേ സീരിയസ്നെസ്സിൽ തന്നെ പഠിക്കാൻ നോക്കുക. ഓക്കെ ഫൈൻ. സോ നമുക്കറിയാം ഓൺലൈൻ ലേണിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കും, ബെഡിൽ റെസ്റ്റ് ചെയ്ത് റിലാക്സ് ചെയ്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഉറക്കം വരും അല്ലേ, പിന്നെ എന്താ കുറച്ച് കഴിഞ്ഞാൽ മൂഡ് പോയി എന്നുള്ള പ്രശ്നമാവും. അങ്ങനെയുള്ള സിറ്റുവേഷൻ എന്ത് ചെയ്യണം, പോസ് ചെയ്യുന്നു, ഫ്രഷായി വരുന്നു, വീണ്ടും ഡബിൾ സീരിയസ്നെസ്സിൽ വന്നിരിക്കുക, ഡീറ്റെയിൽ നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുക. സോ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ പ്രാവശ്യം ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴും നോട്ട് ബുക്ക്, കാൽക്കുലേറ്റർ, പെൻസിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ സെറ്റ് ചെയ്തിട്ട് സീരിയസ് ആയിട്ടുള്ള അപ്രോച്ചിൽ തന്നെ പഠിക്കാം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് 100% ഇഫക്റ്റീവ് ആവുള്ളൂ. അല്ലാതെ ചുമ്മാ ഇങ്ങനെ കണ്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഓർമ്മയുണ്ടാവുന്നല്ലാതെ അക്കാഡമിക് എക്സാം ലെവൽ പ്രിപ്പറേഷന് ഭയങ്കര പ്രശ്നമാവും. കാരണം വെച്ചാൽ നിങ്ങൾക്ക് പ്രോപ്പർ നോട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ പിന്നീട് റെഫർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചിലപ്പോൾ നോട്ട് എഴുതിയെടുക്കുന്ന സമയത്ത് ഞാൻ മാക്സിമം പറയുന്നുണ്ട് പോസ് ചെയ്ത് എഴുതിയെടുക്കാൻ പറയുന്നുണ്ട്, ക്ലാസ്സിൽ പറയുന്നുണ്ട് പോസ് ചെയ്ത് എഴുതിയെടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. പക്ഷേ ചില സമയത്ത് അത് പറയാൻ വിട്ടുപോയിണ്ടാവും. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ നോട്ട് വരുന്ന സമയത്ത് സ്ക്രീനിൽ ഡീറ്റെയിൽ നോട്ട്സ് വരില്ലേ, അതൊക്കെ വരുന്ന സമയത്ത് പോസ് ചെയ്യുക, എഴുതിയെടുക്കുക. ഓക്കെ, എഴുതിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, റിവൈൻഡ് ചെയ്തിട്ട് എഴുതിയെടുത്താൽ മതി. അപ്പോൾ അത് ഓക്കെ അല്ലേ? യെസ്. ഇനി നമ്മൾ ടോട്ടൽ അവേഴ്സ് നമുക്ക് ഏകദേശം വരുന്നത് ഒരു 130+ അവേഴ്സാണ് നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത്, കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡീറ്റെയിൽ കവറേജ് ഉണ്ടാവും. ഓക്കെ, സോ ഓരോ ചാപ്റ്റർ ബൈ ചാപ്റ്റർ ഡീറ്റെയിൽ കവറേജ് ചെയ്തിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ ഈ ഒരു ടൈമിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അടുത്തത് നമ്മുടെ മെറ്റീരിയൽ, ICAയുടെ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങളെല്ലാവരും ഉണ്ടാവും, അവൈലബിൾ ആയിരിക്കും. പ്ലസ് എൻ്റെ ബുക്ക്, ഫോർ എക്സാമ്പിൾ എൻ്റെ ബുക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ അതിൻ്റെ അമെൻമെൻറ്റിൻ്റെ എഡിറ്റിംഗ് വർക്കും അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബുക്ക് അവൈലബിൾ ആയിരിക്കും. ട്രിപ്പിളായി നിങ്ങൾക്ക് അതിൻ്റെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടാവും, എപ്പോൾ അവൈലബിൾ ആവുക എങ്ങനെയാണെന്നൊക്കെ അയച്ചിട്ടുണ്ടാവും. സോ അത് വരയ്ക്കും ഒരു ടെമ്പററി അറേഞ്ച്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് PDF ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ PDF നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരാം. സോ ദാറ്റ് അത് വെച്ച് റെഫർ ചെയ്തിട്ട് നോക്കാം. PDF ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പ്രിൻ്റ് എടുത്തിട്ട് കൂടെ വയ്ക്കുക, എന്നിട്ട് അതിൽ മാർക്ക് ചെയ്തിട്ട് അതിൽ തന്നെ എഴുതി പഠിക്കുക, പിന്നെ നോട്ടിലും എഴുതുക. അത് ഓക്കെ അല്ലേ? സോ ബുക്ക് നിങ്ങൾക്ക് പിന്നീട് അവൈലബിൾ ആക്കി തരാം എന്നുള്ളത് ഞാൻ ഇതിലൂടെ പറയുന്നു. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സംഭവം എന്ന് വെച്ചാൽ അസൈൻമെൻറ്റ് സീരീസ്. ഓരോ ചാപ്റ്റർ ബൈ ചാപ്റ്റർ നമ്മളിതിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ ചാപ്റ്റർ കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ അതിൻ്റെ പ്രാക്ടീസ് എല്ലാം ചെയ്ത ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ ശേഷം ഒരു അസൈൻമെൻറ്റ് സീരീസിൻ്റെ PDF ഞാൻ അയച്ചു തരും. ഇതിൽ ബേസിക്കലി പാസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും,
പ്ലസ് ഞാൻ സെറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഒരു ICയുടെ എക്സാം ലെവൽ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്യാൻ. ആ രീതിക്ക് സെറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസും പാസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ തറവായി നടത്താം. അതായത് നിങ്ങൾക്ക് സെൽഫ് ഇവാലുവേഷൻ ചെയ്യാൻ പറ്റുന്നത്. ഞാനിത് പേരിട്ടിരിക്കുന്നത് തന്നെ സെൽഫ് ഇവാലുവേഷൻ ടെസ്റ്റ് എന്നാണ്. സോ ഈ സെൽഫ് ഇവാലുവേഷൻ ടെസ്റ്റിൽ വേറെ ഒരു ടെക്സ്റ്റ് ബുക്കോ നോട്ട് ബുക്കിൻ്റെ ഒക്കെ ഒരു ഹെൽപ്പ് ഇല്ലാതെ സ്വന്തമായിട്ട് ട്രൈ ചെയ്യാം. ഒരു ടൈമൊക്കെ സെറ്റ് ചെയ്ത് സ്വന്തമായി ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ സ്റ്റഡീസ് എഫക്റ്റീവായി നിൽക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ഷാൽ വി സ്റ്റാർട്ട്? ഓക്കെ, അതിന് മുമ്പ് ഒരു ചെറിയൊരു പോയിന്റ് ആഡ് ചെയ്യാം. സോ അസ്യൂം യു ആർ ട്രാവലിംഗ് ഇൻ എ ഫോറസ്റ്റ്. ഓക്കെ, കാട്ടിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വഴി അറിയുന്നില്ല, വഴി തെറ്റി കിടക്കണം വെച്ചോളൂ. സോ വൺ പേഴ്സൺ ഈസ് കമ്മിങ് ആൻഡ് ഷോയിങ് യു ദ കറക്റ്റ് വേ. ഒരു ഹെൽപ്പ് വരുന്നു വെച്ചോളൂ. ആ ഹെൽപ്പ് എന്തായാലും ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും, ഗുണമായിരിക്കും, ശരിയല്ലേ? സോ ആയിരിക്കുമല്ലോ. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, റോൾ ഓഫ് എ ഫാക്കൽറ്റി ഈസ് ടു ഷോ യു ദ വേ, ബട്ട് യു ഹാവ് ടു വാക്ക്. നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നടക്കണം എന്നുള്ളത്. സോ യു ഹാവ് ടു വർക്ക് ഹാർഡ് ആൻഡ് അച്ചീവ് യുവർ ടാർഗറ്റ്സ്. പക്ഷെ ഡോണ്ട് വറി, ഐ ആം ഹിയർ ടു ഹോൾഡ് യുവർ ഹാൻഡ്സ് ആൻഡ് വാക്ക് അലോങ് വിത്ത് യു. സോ നിങ്ങൾ ഒന്നുകൂടി പേടിക്കേണ്ട, നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ചെയ്യാൻ ഞാനും എൻ്റെ ടീം IIII ടീമും റെഡിയാണ്. സോ നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേപ്പറിൽ എക്സംഷനാണ് നമ്മുടെ ഉദ്ദേശം, ടാർഗറ്റ് ജസ്റ്റ് പാസ് അല്ല. 60, 65 അല്ലെങ്കിൽ 70 ആണ് ടാർഗറ്റ് വെച്ച് പഠിക്കുക. കാരണം അത്രയും സമയമുണ്ട്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷനിൽ പ്രിപ്പറേഷനുള്ള സമയമുള്ളതുകൊണ്ട് എക്സംഷൻ ടാർഗറ്റ് ചെയ്ത് പഠിക്കാം. സോ എങ്ങനെ എക്സംഷൻ കിട്ടുക? 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഫുൾ കവറേജ്, ഡീറ്റെയിൽഡ് കവറേജും കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും പ്രാക്ടീസും. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ എക്സംഷൻ എന്നുള്ളത് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. സോ ഐ വിഷ് ഓൾ ഓഫ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഡു വെൽ. താങ്ക് യു. കണ്ടിന്യൂ. ITCയുടെ കുറച്ചും കൂടെ ഹയർ ലെവലായിട്ടുള്ള കൺസെപ്റ്റ് ഞാൻ ഇവിടെ കവർ ചെയ്യാം, ഫോളോ ചെയ്യാം. ഓക്കെ, എക്സാമ്പിൾ കല്യാൺ സിൽസ്. ഓക്കെ, നമുക്കറിയാം ട്രേഡിംഗ് കമ്പനി കല്യാൺ സിൽസ്. ഓക്കെ, എക്സാമ്പിൾ ദേ ആർ പർച്ചേസിങ് ടെക്സ്റ്റൈൽ അല്ലേ, റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് അല്ലേ. സോ അവർ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ പർച്ചേസ് ഓഫ് ക്ലോത്ത്സ് മെറ്റീരിയൽ ഉണ്ട്. ദേ ആർ പർച്ചേസിങ് ഇറ്റ് ആൻഡ് അതിൽ വരുന്ന ഇൻപുട്ട് ടാക്സ് ഉണ്ടാവില്ലേ, പർച്ചേസ് ചെയ്യുമ്പോൾ അടച്ച ഇൻപുട്ട് ടാക്സ് അടച്ച 30 lakhs ഉണ്ട് വെച്ചോളൂ എക്സാമ്പിൾ. ആൻഡ് ദേ ആർ യൂസിങ് ഇറ്റ് ഫോർ സെല്ലിങ് ദ പ്രോഡക്റ്റ്. സോ സെയിൽ ചെയ്യുന്ന സമയത്ത് കസ്റ്റമർക്ക് വിൽക്കുമ്പോൾ ഔട്ട്പുട്ട് ടാക്സ് ഒരു 80 lakhs വരുന്നുണ്ട് വെച്ചോളൂ. 80 ലക്ഷം ഔട്ട്പുട്ട് ടാക്സ് വരുന്നത്. സോ ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് എന്ത് ചെയ്യാം, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. സോ ദിസ് സെറ്റ് ഓഫ് ക്യാൻ ബി ഡൺ. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര അടച്ചാൽ മതി? ഈ 30 lakhs ഇവിടെ സെറ്റ് ഓഫ് ചെയ്തില്ല, ബാക്കി 50 lakhs അടയ്ക്കണം. എല്ലാവർക്കും അറിയാലോ, സെറ്റ് ഓഫ് ചെയ്തു. ടെക്സ്റ്റൈലിൽ തന്നെ ഔട്ട്പുട്ടും ഇൻപുട്ടുമായി സെറ്റ് ഓഫ് ചെയ്തിട്ട് നമ്മൾ ടാക്സ് അടച്ചു. ഇനി ഇതിൻ്റെ കുറച്ചും കൂടി ഹയർ ലെവലായിട്ട് വരുന്നത്, ടെൽ മീ, കല്യാണിന് കുറേ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാവും. കല്യാണിന് എന്തൊക്കെയായിരിക്കും? കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവും, ഫർണിച്ചേഴ്സ് ഉണ്ടാവും, ശരിയല്ലേ? ഫിക്സഡ് അസറ്റ്സ് ഒരുപാട് മേടിച്ച് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാവില്ലേ? അതൊക്കെ പേയ്മെൻറ്റ് കൊടുത്ത് മേടിക്കുമ്പോൾ അതിലും GST ഉണ്ടാവില്ലേ? എക്സാമ്പിൾ കമ്പ്യൂട്ടർ പർച്ചേസ് വെച്ചോളൂ. എക്സാമ്പിൾ കമ്പ്യൂട്ടർ പർച്ചേസ്ഡ് കോർപ്പറേറ്റ് ഓഫീസിൽ മേടിച്ചിട്ടുണ്ടാവും, ബില്ലിംഗ് കൗണ്ടറിൽ മേടിച്ചിട്ടുണ്ടാവും, പ്രിൻ്റർ ഉണ്ടാവില്ലേ? പ്രിൻ്റർ ഉണ്ടാവും, ഫേർണിച്ചേഴ്സ് ഉണ്ടാവും. ഇതെല്ലാം മേടിച്ചതിൽ അതിലും GST അടച്ചിട്ടുണ്ടാവില്ലേ? ക്വസ്റ്റ്യൻ ഇസ്, അതിൻ്റെ ITC കിട്ടും. ചോദ്യം മനസ്സിലായില്ലേ? ഈ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ഫർണിച്ചറൊക്കെ കല്യാൺ മേടിക്കുന്നത് ടെൽ മീ വിൽക്കാനാണോ? വിൽക്കാനല്ല. പക്ഷേ ബിസിനസ് യൂസ് ചെയ്യുന്നുണ്ടോ? യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ITC കിട്ടുമെന്ന് ചോദ്യം. യെസ്. സോ ഇതിലൊരു ഇൻപുട്ട് ടാക്സ് എത്രയുണ്ടോ വെച്ചോളൂ. എക്സാമ്പിൾ ഒരു 12 ലക്ഷം ഉണ്ടെങ്കിൽ വെദർ ഇറ്റ് ക്യാൻ ബി സെറ്റ് ഓഫ്, വെദർ ഇറ്റ് ഈസ് ITC ഈസ് എലിജിബിൾ എന്ന ചോദ്യം. ആൻസർ ഇസ് യെസ്. ഇറ്റ് ഈസ് കമ്മിങ് അണ്ടർ കാറ്റഗറി കോൾഡ് ക്യാപിറ്റൽ ഗുഡ്സ് എന്നുള്ള കാറ്റഗറിയിലാണെങ്കിൽ അതിൻ്റെ ITC എടുക്കാൻ നടത്തും. ലോ പ്രകാരം വിൽക്കുന്ന ഗുഡ്സില്ലേ, ഔട്ട്പുട്ട് ടാക്സ് അടയ്ക്കുന്ന ഗുഡ്സില്ലേ, അതിന് മാത്രമേ ഇൻപുട്ട് ടാക്സ് കിട്ടുള്ളൂ എന്നുള്ള കൺസെപ്റ്റ് അല്ല. ബിസിനസ് പർപ്പസിന് ഉപയോഗിക്കുന്ന എല്ലാ ഗുഡ്സിനും ഔട്ട്പുട്ട് ടാക്സുമായി സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്ന അർത്ഥം, അത് ITC സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്ന അർത്ഥം. സോ ക്വസ്റ്റ്യൻ ഇസ് ടെൽ മീ വെദർ ദിസ് കമ്പ്യൂട്ടർ, ഫർണിച്ചർ, ലാപ്ടോപ്സ് ആൻഡ് printers are used for business purpose or not? Yes or no? Yes, if it is used for business purpose, you can avail ITC നടത്തും. ബിസിനസ് പർപ്പസിനെ ഉപയോഗിക്കുന്നെങ്കിൽ ITC ക്ലെയിം ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇത് ഈ 12 ലക്ഷം ഇവിടെ വന്നു കഴിഞ്ഞാൽ ആലോചിച്ചു, 50 ലക്ഷത്തിൽ എത്ര സെറ്റ് ഓഫ് ചെയ്യാം? ഈ 12 സെറ്റ് ഓഫ് ചെയ്താൽ ബാക്കി എത്ര അടച്ചാൽ മതി? 38 ലക്ഷം അടച്ചാൽ മതി. 38 ലക്ഷം ടാക്സ് അടച്ചാൽ മതി നടത്തും. ക്ലിയർ ആണോ? ഓക്കെ. ഇനി ആലോചിച്ചു, അടുത്ത കല്യാൺ സിൽസിന് വേരിയസ് എക്സ്പെൻസസ് ഉണ്ടാവും. P&L, കല്യാൺ സിൽസിന് P&L എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പെൻസ് ഉണ്ടാവും. ചാർഡ് അക്കൗണ്ടിന് ഫീസ് കൊടുത്തിട്ടുണ്ടാവും, അതിൽ GST ഉണ്ടാവില്ലേ? യെസ്, ആ ബില്ല് GST ഉണ്ടാവില്ലേ? പിന്നെ അതർ മേജർ എക്സ്പെൻസ് എന്തായിരിക്കും? കല്യാണം, അഡ്വർടൈസ്മെന്റ് സർവീസിൽ ഒരാൾ കയറി വരുമല്ലോ, ആരാ? ആടെ കാണാറില്ലേ? സ്വപ്നങ്ങളിൽ മാത്രം പൃഥ്വിരാജ്. ഓക്കെ. സോ പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഇൻവോയ്സ് ആർക്ക് വരും? കല്യാൺ സിൽസിന് വരില്ലേ? കല്യാൺ സിൽസ് വരുമ്പോൾ ഫോർ എക്സാമ്പിൾ ഹീസ് ചാർജിങ് 3 crores വെച്ചോളൂ, പ്ലസ് GST വരില്ലേ?
ഉറപ്പല്ലേ? സോ ആ ജി എസ് ടിയും കൂടെ കല്യാൺ പേ ചെയ്തിട്ടല്ലേ പുള്ളിയുടെ ബില്ല് വരുമ്പോൾ പേ ചെയ്യേണ്ട ഉത്തരവാദിത്വമില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കല്യാൺ സിൽക്സ് പേ ചെയ്യുന്ന സമയത്ത്, പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് ജി എസ് ടി അടച്ചത് 25 ലക്ഷം വെച്ചോളൂ. എക്സാമ്പിൾ, ആര് പൃഥ്വിരാജിൻ്റെ ബില്ലിലും സി എയുടെ ബില്ലിലും പിന്നെന്താ ഒരുപാട് റെൻറ്റ്, ട്രാവൽ, ടെലിഫോൺ, ഈ ബിൽസിലെല്ലാം കൂടെ ജി എസ് ടി അടച്ച് 25 ലക്ഷം ഉണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ പറ്റുമോ? വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെദർ ഇറ്റ് ഈസ് ബിസിനസ് പർപ്പസ് ഓർ നോട്ട്, എസ് ഓർ നോ? എസ്. ആൻസർ എസ് ആണെങ്കിൽ ഐ ടി സി ക്യാൻ ബി ക്ലെയിംഡ്. സോ ഇവിടെ ചോദ്യം ഐ ടി സി എലിജിബിൾ ഓർ നോട്ട്? ആൻസർ ഇസ് എസ്. വൈ? ബിക്കോസ് ബിസിനസ് പർപ്പസിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഐ ടി സി കിട്ടുന്ന അർത്ഥം. ക്ലിയർ ആണോ? ഓക്കെ, ഫൈൻ. സോ ഐ ടി സി 25 ലാക്സും കൂടെ ക്ലെയിം ചെയ്താൽ 38 25 പോയി കഴിഞ്ഞാൽ എത്ര അടച്ചാൽ മതി? 13 ലക്ഷം രൂപ കല്യാൺ സിൽസ് അടച്ചാൽ മതി അർത്ഥം. സോ ആലോചിച്ച് നോക്കൂ, കല്യാൺ സിൽസിന് മൊത്തം ഔട്ട്പുട്ട് ടാക്സ് എത്ര ഉണ്ടായിരുന്നു? 80 ലാക്സ്. പക്ഷെ അവസാനം എത്ര പേ ചെയ്യുന്നുള്ളൂ? 13 ലക്ഷം. 80 ലാക്സ് 13 ആവാനുള്ള കാരണം എന്താ? 3 സെറ്റ് ഓഫ് എലിജിബിൾ ആണെന്നർത്ഥം. ഏതൊക്കെയാ? റോ മെറ്റീരിയൽ ക്രെഡിറ്റ് എടുത്തു, ക്യാപിറ്റൽ ഗുഡ്സ് അല്ലേ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ക്രെഡിറ്റ് എടുത്തു, എക്സ്പെൻസിൻ്റെ ക്രെഡിറ്റ് എടുത്തു, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ക്രെഡിറ്റ്സിനൊക്കെ വിളിക്കുന്ന ഒരു പേരുണ്ട്, ടെക്നിക്കൽ ടേം ഉണ്ട്, അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. സോ നമ്മൾ ക്ലോത്ത് മെറ്റീരിയൽ നമ്മൾ മേടിച്ചതിൻ്റെ ക്രെഡിറ്റ് എടുക്കുന്നതിന് പേരാണ് എന്ത് നോക്കൂ? ഇൻപുട്ട് എന്ന് പറയും. 2/59 സെക്ഷൻ ശ്രദ്ധിക്കുക, 2/59 ഇൻപുട്ട്. അടുത്തത് ക്യാപിറ്റൽ ഗുഡ്സ്, നമ്മൾ അസറ്റ്സ് ഇല്ലേ, കമ്പ്യൂട്ടർ, ഫിക്സഡ് അസറ്റ്, ഫർണിച്ചേഴ്സ് ഒക്കെ ഉണ്ടാകും, അതൊക്കെ നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സ് ഡെഫിനേഷനിലാണ് നമ്മൾ ക്രെഡിറ്റ് എടുക്കുന്ന അർത്ഥം. ഓക്കെ, ഫൈൻ. അടുത്തത് വേരിയസ് എക്സ്പെൻസസ് എന്ന് വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് സർവീസസ്. റെൻറ്റ്, ട്രാവൽ, ഓഡിറ്റ്, ടെലിഫോൺ, ഈ പറയുന്ന ബില്ലിൽ അടയ്ക്കുന്ന ജി എസ് ടിനെ പറയുന്ന പേരാണ് ഇൻപുട്ട്. അതായത് ആ പറയുന്ന സർവീസസുള്ള പേരാണ് ഇൻപുട്ട് സർവീസസ്. ഇൻപുട്ട് സർവീസസിൽ അടച്ച ടാക്സ് ഉണ്ടാവില്ലേ? ക്യാപിറ്റൽ ഗുഡ്സ് മേടിക്കുമ്പോൾ അടച്ച ടാക്സ് ഉണ്ടാവില്ലേ? ഇൻപുട്ട് മേടിക്കുന്ന അടയ്ക്കുന്ന ടാക്സ് ഉണ്ടാവില്ലേ? അതെല്ലാം ക്രെഡിറ്റ് ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യുന്ന അർത്ഥം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സാർ ഈ പറയുന്ന ക്ലോത്ത് മെറ്റീരിയൽ മേടിച്ച കമ്പ്യൂട്ടർ, ഫർണിച്ചർ, ഈ പറയുന്ന എക്സ്പെൻസിൻ്റെ ഒക്കെ ജി എസ് ടിയിൽ നമ്മൾ ഏത് ടേബിൾ കാണിക്കും? ടേബിൾ 1 2 3 ഇതിൽ വരും, ടേബിൾ 2 വരുന്ന അർത്ഥം. അപ്പോൾ ടേബിൾ 2 ആക്ച്വലി കുറച്ച് ലെങ്തി ആയിട്ട് വരാം. എന്തൊക്കെയാണ്? ആദ്യം ഓപ്പണിംഗ് ബാലൻസ് വന്നൂടെ? ഞാൻ തുടക്കത്തിൽ പറയുന്നത് ഓപ്പണിംഗ് ബാലൻസ് വരാം. പിന്നെന്താ, ആ മാസത്തെ പർച്ചേസ് വന്നൂടെ? ഏതാ ക്ലോത്ത് മേടിച്ചിട്ടൊക്കെ ഇൻട്രൊക്കെ വരാം. പിന്നെ മെഷീൻ മേടിച്ചതും ടേബിൾ 2 ക്രെഡിറ്റ് ആയിട്ട് വരുന്ന അർത്ഥം. അഡ്വർടൈസ്മെൻറ്റ്, റെൻറ്റ്, ടെലിഫോൺ ഉണ്ടാവില്ലേ? അതും നമ്മൾ ടേബിൾ 2 വരുന്ന അർത്ഥം. സോ ടേബിൾ 2 ഇൻപുട്ടിൽ കുറച്ചധികം ഹെവി ആയിട്ടുള്ള ഐറ്റംസ് വരുന്ന അർത്ഥം. അതെല്ലാം കൂടെ ടോട്ടൽ എടുക്കുക. ആ ടോട്ടലാണ് ടേബിൾ 3 നമ്മൾക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ ഉപയോഗിക്കാൻ അർത്ഥം. ഫസ്റ്റ് ലെവൽ സെറ്റ് ഓഫിന് ഉപയോഗിക്കില്ലേ? ആ സെറ്റ് ഓഫിന് ഉപയോഗിക്കാം. യെസ്, ഫൈൻ. ഇനി ഞാൻ അടുത്തൊരു പോയിന്റ് എടുക്കുന്നതിന് മുമ്പ് ചെറിയ ചോദ്യം ശ്രദ്ധിക്കുക. വാട്ട് ഹാപ്പൻസ് ഇഫ് കല്യാൺ സിൽസ് ഇല്ലേ 10 കമ്പ്യൂട്ടർ മേടിച്ച് വെച്ചു, 10 കമ്പ്യൂട്ടർ മേടിച്ചിട്ട് 8 എണ്ണം കോർപ്പറേറ്റ് ഓഫീസിൽ ഉപയോഗിക്കാൻ കൊണ്ടുപോയി, 2 എണ്ണം ഇപ്പോഴും ഗോഡൗണിൽ വെച്ചിരിക്കാൻ വെച്ചോളൂ. 2 എണ്ണം ഗോഡൗണിൽ വെച്ചിരിക്കുകയാണ്. പിന്നെ വരാം, അതായത് സ്പെയർ ആയിട്ട് ഉപയോഗിക്കണ്ടേ? ബില്ലിംഗ് കൗണ്ടർ തിരക്കുള്ള സമയത്തൊക്കെ കേടുവന്ന് ഞാൻ അടുത്ത സാധനം വെക്കണ്ടേ? സോ അങ്ങനെ ആയതുകൊണ്ട് 8 എണ്ണം പുട്ട് യൂസ് ആണ്, ബുട്ട് ടു ബിസിനസ് പർപ്പസ്. 2 എണ്ണം ആക്റ്റീവ്ലി ഹെൽഡ് ആണ്, പക്ഷേ ഉപയോഗിക്കുന്നില്ല, സ്പെയർ ആയിട്ട് നമ്മൾ മേടിച്ച് വെക്കില്ലേ? അങ്ങനെ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ടി സി ഇസ് എലിജിബിൾ ഓൺ 8 കമ്പ്യൂട്ടേഴ്സ് ഓർ 10 കമ്പ്യൂട്ടേഴ്സ്. 8 എണ്ണം ഓർ 10 എണ്ണം എത്ര ഐ ടി സി എടുക്കാൻ പറ്റും? 8 എണ്ണം മാത്രമേ ഉപയോഗിക്കാൻ എടുത്തിട്ടുള്ളൂ, ബാക്കി 2 എണ്ണം സ്പെയർ ആയിട്ട് വെച്ചിട്ടുണ്ട്. യെസ്. സോ ഈ നോട്ട് ചെയ്തെടുത്തില്ലേ? ഈ നോട്ട് ചെയ്ത ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ നോട്ട് ചെയ്തെടുത്തോളൂ, എക്സാമ്പിൾ ആയിട്ട് റെഫർ ചെയ്ത് വെച്ചാൽ. സോ അങ്ങനെയാണെങ്കിൽ ഈ ചാർട്ട് ശ്രദ്ധിക്കുക. ഐ ടി സി എലിജിബിൾ ഓൺ ഏതൊക്കെയാണ്? ക്യാപിറ്റൽ ഗുഡ്സ് കിട്ടും, ഇൻപുട്ട് കിട്ടും, ഇൻപുട്ട് സർവീസ് കിട്ടും. Now what is definition of capital goods? Okay, definition of capital goods വായിച്ചു നോക്കൂ. Goods which are capitalized in the books. So ഈ ചാർട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഓക്കെ, പേജ് നമ്പർ 12 ഈ ചാർട്ട് ഉണ്ട്, റെഫർ ചെയ്താൽ മതി. ഗുഡ്സ് വിച്ച് ആർ ക്യാപിറ്റലൈസ്ഡ് ഇൻ ദ ബുക്സ് പറഞ്ഞാൽ കമ്പ്യൂട്ടർ, ഫർണിച്ചർ, ലാപ്ടോപ്പ് ഒക്കെ പഠിച്ചാൽ P&L അല്ല, ബാലൻസ് ഷീറ്റിൽ പോകുന്ന ഐറ്റംസ് അല്ലേ? ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലൈസ്ഡ് ആയിട്ടുള്ള അസറ്റ്സ് ഒക്കെ നമ്മൾ എന്ത് പറയും? ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയും. ക്യാപിറ്റൽ ഗുഡ്സ്. ഇതിന് താഴത്ത് വെച്ചു വിച്ച് ഈസ് യൂസ്ഡ് ഓർ ഇൻറ്റൻഡഡ് ടു ബി യൂസ്ഡ്. ഇമ്പോർട്ടൻറ്റ്, ഇൻറ്റൻഡഡ് ടു ബി യൂസ്ഡ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാൻ പോകുന്ന ഐറ്റംസ് ഇല്ലേ, ഉപയോഗിക്കാൻ പോകുന്ന ഇൻറ്റൻഷനുള്ള ഗുഡ്സ് ഇല്ലേ, അതും ക്യാപിറ്റൽ ഗുഡ്സ് എന്നർത്ഥം. സോ ഐ ടി സി ഈസ് എലിജിബിൾ ഓൺ ക്യാപിറ്റൽ ഗുഡ്സ് വിച്ച് ആർ യൂസ്ഡ് ഓർ ഇൻറ്റൻഡഡ് ടു ബി യൂസ്ഡ്. ഇനി എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ. 8 കമ്പ്യൂട്ടർ ഓർ 10 കമ്പ്യൂട്ടർ എത്ര ക്രെഡിറ്റ് കിട്ടും? 10 എണ്ണത്തിന് കിട്ടില്ലേ? 10 എണ്ണത്തിൻ്റെയും ഐ ടി സി കിട്ടും. കാരണം വെച്ചാൽ ഇറ്റ് ഇസ് ഇൻറ്റൻഡഡ് ടു ബി യൂസ്ഡ്. 8 എണ്ണം യൂസ്ഡ് ആണ്, ബാക്കി 2 എണ്ണം ഇൻറ്റൻഡഡ് ടു ബി യൂസ്ഡ് ആണ്, അതിൻ്റെയും ഐ ടി സി കിട്ടുന്ന അർത്ഥം. ക്ലിയർ ആയോ? ഓക്കെ, ഫൈൻ. പക്ഷെ പർപ്പസ് എന്തായിരിക്കണം വായിച്ചോക്കൂ. യൂസ്ഡ് ഓർ ഇൻറ്റൻഡഡ് ടു ബി യൂസ്ഡ് ഫോർ ബിസിനസ് പർപ്പസ്. ബിസിനസ് പർപ്പസ് ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ് ആണ് കറക്റ്റ് ടെക്നിക്കൽ ടേം. ഞാനിവിടെ ഫസ്റ്റ് ചാപ്റ്റർ ആയതുകൊണ്ട് സിമ്പിൾ ആക്കുന്നു. ഫോർ ബിസിനസ് പർപ്പസ് ആയിരിക്കും അർത്ഥം. ഓക്കെ, ഡൺ. സോ ഈ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഡെഫിനിഷനില്ലേ
പണ്ട് എക്സൈസിലൊക്കെ ഒരു 2-2.5 പേജായിരുന്നു ഡെഫിനിഷൻ. 2.5 പേജായിരുന്നു ഡെഫിനിഷൻ. ആ ഡെഫിനിഷൻ ഗവൺമെന്റ് കട്ട് ഷോട്ട് ചെയ്തിട്ട് ഇപ്പോൾ സിമ്പിളായി കൊണ്ടുവന്നു. ഗുഡ്സ് വിച്ച് ആർ ക്യാപിറ്റലൈസ്ഡ് ഇൻ ദ ബുക്സ് ആണെങ്കിൽ ഇറ്റ് ഈസ് യുവർ ക്യാപിറ്റൽ ഗുഡ്സ്. സിമ്പിളായോ? വെരി സിമ്പിൾ പോയിന്റ്സ്. അടുത്തതാണ് ഇൻപുട്ടിന്റെ ഡെഫിനിഷൻ. 2 subsection 59. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ റോ മെറ്റീരിയൽ ഒക്കെ വരുന്നല്ലേ, റോ മെറ്റീരിയൽ. സോ റോ മെറ്റീരിയൽ ആയിട്ട് വരുന്ന ഇൻപുട്ടിന്റെ ഡെഫിനിഷനിൽ ബ്രില്യൻ്റ്ലി പ്ലാൻഡ് ഡെഫിനിഷൻ, ബ്രില്യൻ്റ് ഡെഫിനിഷൻ, വർഷങ്ങളോളം റിസർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ച ഡെഫിനിഷനാണ്. വായിച്ചു എന്താ? ഗുഡ്സ് അതർ ദാൻ ക്യാപിറ്റൽ ഗുഡ്സ്. ക്യാപിറ്റൽ ഗുഡ്സ് അല്ലെങ്കിൽ എന്തായി മാറും? ഇൻപുട്ടായി മാറുന്നർത്ഥം. ഓക്കെ, നമ്മൾ പഴയ എക്സൈസ് ലോല് 3 പേജായിരുന്നു ഇൻപുട്ടിന്റെ ഡെഫിനിഷൻ. 2 to 3 പേജ് ഉണ്ടായിരുന്നു. ഈ പറയുന്ന ഡെഫിനിഷൻ ഗവൺമെന്റ് എടുത്തു കളഞ്ഞിട്ട് നേരെ സിമ്പിൾ ഡെഫിനിഷൻ കൊടുത്തു. നിങ്ങളൊരു പ്രൊഡക്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യാതെ റവന്യൂ ഐറ്റം ഉണ്ടാവില്ലേ, റവന്യൂ നമ്മൾ P&L കാണിക്കുന്ന എക്സ്പെൻസ് ഐറ്റംസ് ഉണ്ടാവില്ലേ, അതാണ് നിങ്ങളുടെ ഇൻപുട്ട് നടത്തം. P&L ട്രേഡിംഗ് അതിൽ വരുന്നതാണ് നിങ്ങളുടെ ഇൻപുട്ട് നടത്തം. ഓക്കെ ഫൈൻ. പക്ഷെ യൂസ്ഡ് ഓർ ഇൻറ്റൻഡഡ് ടു ബി യൂസ്ഡ്, അപ്പോഴാലോചിക്കൂ, കുറേ ഗുഡ്സ് മേടിച്ചിട്ട് കുറച്ച് മാത്രമേ വിറ്റുള്ളൂ, ബാക്കി പിന്നെ അടുത്ത സീസണിൽ വിൽക്കാൻ തീരുമാനിച്ചു വെച്ചുള്ളൂ, എന്നാലും അതിൻ്റെ ITCയും കിട്ടുന്ന അർത്ഥം. മനസ്സിലാവുണ്ടോ? ഇപ്പോൾ നമ്മൾ തിരുപ്പൂരിലൊക്കെ സ്റ്റോക്ക് ഓഡിറ്റ് പോയ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, അവർ എക്സസ് പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് സീസണിൽ ചിലപ്പോൾ അത്യാവശ്യം വന്നുകൊണ്ട് കുറേ എക്സസ് പർച്ചേസ് വെച്ച് റാക്കിലൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ കോടിക്കണക്കിന് രൂപയുടെ ഗുഡ്സ് കിടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം അത്ര സെയില്ല, വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കാം. സോ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ITC എപ്പോൾ തന്നെ ക്ലെയിം ചെയ്യാം? ഇപ്പം തന്നെ ക്ലെയിം ചെയ്തോടെ? അങ്ങനെ ഇപ്പം തന്നെ ക്ലെയിം ചെയ്താൽ എക്സസ് ക്രെഡിറ്റ് നിൽക്കില്ലേ? ആ എക്സസ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് സെറ്റ് ഓഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന അർത്ഥം. അപ്പോൾ ആലോചിക്കും, സാർ ഈ എക്സസ് ക്രെഡിറ്റ് വന്ന് എത്ര കാലം മുന്നോട്ട് പോകുന്നില്ലേ, എത്ര കാലം ഇത് സെറ്റ് ഓഫ് ചെയ്യാൻ ഉപയോഗിക്കാം? ഔട്ട്പുട്ട് ടാക്സ് ഇൻപുട്ട് ടാക്സ് കൂടുതലാണെങ്കിൽ ഇൻപുട്ട് ടാക്സ് എക്സസ് ക്രെഡിറ്റ് വരില്ലേ, ആ എക്സസ് ക്രെഡിറ്റ് അടുത്ത മാസം ക്യാരി ഫോർവേഡ് വരില്ലേ? അങ്ങനെ ഇത് എത്ര കാലം ക്യാരി ഫോർവേഡ് വരുന്ന ചോദ്യം. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഈ ക്യാരി ഫോർവേഡ് ഓഫ് ക്രെഡിറ്റ് ഇല്ലേ, അതിനൊരു പർട്ടിക്കുലർ ടൈം വെച്ചിട്ടില്ല. ഇറ്റ് ഈസ് സിമിലർ ടു ഇൻകം ടാക്സിന്റെ അൺഅബ്സോർബ് ഡിപ്രിസിയേഷൻ ഉണ്ടല്ലോ, പഠിച്ചിട്ടില്ലേ 32-ലൊക്കെ? ആ ഒരു കൺസെപ്റ്റാണ്. എത്ര അൺലിമിറ്റഡ് പീരീഡിന് ക്യാരി ഫോർവേഡ് പോകും. പക്ഷേ നിങ്ങളൊരു ഇൻവോയ്സ് വന്നു, അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ വിട്ടുപോയിച്ചോളൂ, അത് ടേബിൾ 2 ആഡ് ചെയ്യാൻ വിട്ടുപോയി, കാരണം ഇൻവോയ്സ് കാണാനില്ല, അപ്പോൾ ക്രെഡിറ്റ് എടുത്തില്ല. പിന്നീട് 2-3 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആ ഇൻവോയ്സ് കിട്ടുന്നെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് കിട്ടില്ല. സെക്ഷൻ 16 ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്ത് ക്രെഡിറ്റ് എടുക്കണം. സോ 2 ടേം ശ്രദ്ധിക്കുക, ഓർത്ത് വെച്ചോളൂ. ക്രെഡിറ്റ് അവെയിൽഡ്, ക്രെഡിറ്റ് യൂട്ടിലൈസ്ഡ്. അവെയിൽഡ് ആൻഡ് യൂട്ടിലൈസ്ഡ്, ഈ ടേം എഴുതി വെച്ചോളൂ. അവെയിൽഡ് ആൻഡ് യൂട്ടിലൈസ്ഡ്. ഈ അവെയിൽഡ് എപ്പോഴാണ് വരിക? ഇഫ് ഇറ്റ് ഈസ് ഷോൺ ഇൻ ടേബിൾ 2 ഇല്ലേ, ടേബിൾ 2 എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അവെയിൽഡ്, എടുത്തു, ക്രെഡിറ്റ് എടുത്തു. പക്ഷേ എപ്പോഴാണ് യൂട്ടിലൈസ് ചെയ്യുക? ഔട്ട്പുട്ടുമായി സെറ്റ് ഓഫ് ചെയ്യില്ലേ, ഔട്ട്പുട്ടായി സെറ്റ് ഓഫ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് യൂട്ടിലൈസേഷൻ ഓഫ് ക്രെഡിറ്റ്. നമ്മുടെ 49(5) ഹെഡിങ് എന്താ? യൂട്ടിലൈസേഷൻ ഓഫ് ക്രെഡിറ്റ് അല്ലേ? സോ ഇത് ഔട്ട്പുട്ടുമായി സെറ്റ് ഓഫ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇനി യൂട്ടിലൈസേഷൻ എന്ന് പറയും. യൂട്ടിലൈസേഷന് ടൈം ലിമിറ്റ് ഇല്ല, പക്ഷേ ഏതിനുണ്ട്? ഏതിന് ടൈം ലിമിറ്റ് ഉണ്ട്? പറയൂ. ക്രെഡിറ്റ് എടുക്കാനില്ലേ? ഇപ്പോൾ ഈ കമ്പ്യൂട്ടർ മേടിച്ചില്ലേ, കല്യാൺ സിൽസ് കമ്പ്യൂട്ടർ മേടിച്ചതിൻ്റെ ബില്ല് എവിടെ പോയി? മിസ്സിംഗ് ആയി, അവർ ITC ക്രെഡിറ്റ് എടുക്കാൻ വിട്ടുപോയി. 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ ബില്ല് കിട്ടുന്നെങ്കിൽ ക്രെഡിറ്റ് വിൽ ലാപ്സ്, കാരണം ഇറ്റ് ഈസ് നോട്ട് അവെയിൽഡ്. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് 2 ടെക്നിക്കൽ ടേംസ്, അവെയിൽഡ് ആൻഡ് യൂട്ടിലൈസ് ഇല്ലേ, ഈ ടേം പല സ്ഥലത്തും ആവശ്യം വരും. സോ അവെയിൽഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെവൽ എ നോർത്ത് വെച്ചാൽ മതി. അവെയിൽഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെവൽ എന്താ? ക്രെഡിറ്റ് എടുക്കുക. പിന്നെ യു അവസാനം എന്ത് ചെയ്യുന്നു? സെറ്റ് ഓഫ് ചെയ്യുന്ന സ്കീമില്ലേ, അതാണ് നമ്മൾ യൂട്ടിലൈസേഷൻ ഓഫ് ക്രെഡിറ്റ് പറയുന്നത്. യൂട്ടിലൈസേഷന് ടൈം പരിധി ഇല്ല. വ്യക്തമായോ? ഓക്കെ ഫൈൻ. പക്ഷേ ഈ ഇൻപുട്ടും എന്തിനു ഉപയോഗിക്കണം? റോ മെറ്റീരിയലൊക്കെ എന്തിനു ഉപയോഗിക്കണം? ഷുഡ് ബി യൂസ് ഫോർ ബിസിനസ് പർപ്പസ്. ഞാൻ പറഞ്ഞല്ലോ. ഇനി എന്താണ് ഇൻപുട്ട് സർവീസസ്? എക്സാമ്പിൾ CA, ഓഡിറ്റ്, റെന്റ് ഒക്കെ ഉണ്ടാവില്ലേ, വിച്ച് ആർ യൂസ്ഡ് ഓർ ഇന്റൻഡഡ് ടു ബി യൂസ് ഫോർ ബിസിനസ് പർപ്പസ്. എക്സാമ്പിൾ ഓഡിറ്റ് സർവീസസ്, അഡ്വർടൈസ്മെന്റ് സർവീസസ് അല്ലേ, ട്രാവൽ സർവീസസ്, ഇതൊക്കെ ഉപയോഗിക്കാം. ഓക്കെ. വാട്ട് അബൌട്ട് പേഴ്സണൽ ട്രാവൽ ഓഫ് ഡയറക്ടർ? ട്രാവൽ ഓഫ് ഡയറക്ടേഴ്സ് ആണെങ്കിൽ അലയാൻ പറ്റുമോ? കാരണം എന്താ? ബിസിനസ് പർപ്പസ് അല്ല, അതിൻ്റെ ക്രെഡിറ്റ് കിട്ടില്ല എന്നർത്ഥം, അതിൻ്റെ ITC കിട്ടില്ല. ഓക്കെ. സോ 3 ഹെഡിൽ ക്രെഡിറ്റ് കിട്ടും. ഏതൊക്കെയാണ് പറയും ഒന്നുകൂടെ? ക്യാപിറ്റൽ ഗുഡ്സ്, ഇൻപുട്ട് ആൻഡ് ഇൻപുട്ട് സർവീസസ്. ക്യാപിറ്റൽ ഗുഡ്സ് ഡെഫിനിഷൻ എവിടെയുള്ളത്? 2 subsection 19 ഓഫ് CGST ആക്ട്. 259 ഏതാ? ഇൻപുട്ട്. 260 ഏതാ? ഇൻപുട്ട് സർവീസസ്. ക്ലിയർ ആയോ? ഓക്കെ.